ഇനി ആരോഗ്യമന്ത്രി ഇടപെട്ട ന്യൂസ് മലയാളം പുറത്തു കൊണ്ടുവന്ന ആ വാർത്തയിലേക്കാണ്. ആന്റിബയോട്ടിക്കുകൾക്കൊപ്പം സൈക്കോട്രോപിക് മരുന്നുകളും യഥേഷ്ടം വിൽപ്പന നടത്തി എറണാകുളം ജില്ലയിലെ മെഡിക്കൽ ഷോപ്പുകൾ. മാനസിക വെല്ലുവിളി നേരിടുന്നവർ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഒരു മാനദണ്ഡവും പാലിക്കാതെ ഇത്തരത്തിൽ വിറ്റഴിക്കപ്പെടുന്നത്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ് ഇൻവെസ്റ്റിഗേഷൻ. എറണാകുളം ജില്ലയിലെ മെഡിക്കൽ ഷോപ്പുകൾ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം പുറത്തുവിട്ടതാണ്. ആന്റിബയോട്ടിക്കുകൾ മാത്രമല്ല, ഷെഡ്യൂൾഡ് H1, H2 കാറ്റഗറിയിൽപ്പെട്ട മാനസിക അനാരോഗ്യത്തിന് നൽകുന്ന ഗുളികകളും യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് യഥേഷ്ടം വിൽപ്പന നടത്തുന്നത്. ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇത് വ്യക്തം. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ വിൽപ്പന നടത്താൻ പാടില്ലാത്ത മരുന്നുകളാണിവ. കുറിപ്പടിയുണ്ടെങ്കിലും വിൽപ്പന നടത്തിയാൽ തന്നെ സെയിൽ ബില്ലിന്റെ കോപ്പി 2 വർഷത്തേക്ക് സൂക്ഷിക്കണം. ഇത്തരം മാനദണ്ഡങ്ങൾ നിലനിൽക്കുമ്പോഴും ജൻ ഔഷധി അടക്കമുള്ള മെഡിക്കൽ ഷോപ്പുകൾ അനധികൃത മരുന്ന് വിൽപ്പന നടത്തുന്നത് വിഷയത്തെ കൂടുതൽ ഗുരുതരമാക്കുന്നു. മാനസിക അനാരോഗ്യമുള്ളവർക്ക് ചികിത്സയുടെ ഭാഗമായി നൽകുന്ന മരുന്നുകളുടെ വിൽപ്പനയാണ് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ മെട്രോ നഗരത്തിൽ പൊടിപൊടിക്കുന്നത്. ആന്റിബയോട്ടിക്കുകളിലെ നിയമാനുസൃതമല്ലാത്ത വിൽപ്പന ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇടപെടാതിരിക്കുന്ന ആരോഗ്യവകുപ്പിന് സൈക്കോട്രോപിക് മരുന്നുകളുടെ അനധികൃത വിൽപ്പനയിലും നടപടിയുണ്ടാകില്ല. രാസലഹരിയായി പോലും ഉപയോഗിക്കാൻ കഴിയുന്ന മരുന്നുകളാണ് യഥേഷ്ടം വിറ്റഴിക്കപ്പെടുന്നത് എന്നതുകൂടി ഓർക്കുക. ഓപ്പറേഷൻ അമൃത് മാത്രമല്ല, ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന്റെ മറ്റു പരിശോധനകളും നിർജീവമെന്നാണ് അന്വേഷണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ സാഹചര്യം തുടരുകയാണെങ്കിൽ ഭാവിയിൽ കേരളത്തിൻ്റെ ആരോഗ്യമേഖലയെ ഇത് പൊള്ളലേൽപ്പിക്കും. ആരോഗ്യ വകുപ്പിൻ്റെ അടിയന്തര ഇടപെടൽ അനിവാര്യമാണ്. ക്യാമറാമാൻ അരുൺ ഹുണിഗൻസിനൊപ്പം കെബിൻ കെനഡി, ന്യൂസ് മലയാളം, കൊച്ചി.